നെഞ്ചുവേദന മാത്രമല്ല ഹാർട്ട് അറ്റാക്കിന്റെ ലക്ഷണങ്ങൾ അല്ലേ? അതെ, അതെ. എപ്പോഴും നെഞ്ചുവേദന മാത്രമായിരിക്കത്തില്ല ഹാർട്ട് അറ്റാക്കിൻ്റെ. പ്രത്യേകിച്ച് ഈ ലോങ് സ്റ്റാൻഡിങ് ആയിട്ട് പ്രമേഹമുള്ള ആൾക്കാർക്ക് ചിലപ്പം പെട്ടെന്നൊരു ശ്വാസം മുട്ടൽ വരുന്നതായിരിക്കാം. ഇപ്പോൾ രാത്രി കിടക്കുമ്പം പെട്ടെന്നൊരു ശ്വാസം മുട്ടൽ വന്ന് എഴുന്നേറ്റിരിക്കേണ്ട ഒരു അവസ്ഥ വരുന്നത് പോലും ചില സമയത്ത് ഹാർട്ട് അറ്റാക്ക് ആയിട്ടാണ് ഔട്ടാവും. രണ്ടാമത്തെ സിറ്റുവേഷനിൽ പെട്ടെന്ന് നമ്മൾ എന്തെങ്കിലും ഒരു എക്സസൈസ് ചെയ്യുമ്പം ചിലപ്പോൾ ഇങ്ങനെ കുഴഞ്ഞു വീഴുന്നതും അങ്ങനെ പെട്ടെന്ന് ബോധം പോകുന്നതും പിന്നീട് ECG എടുത്ത് നോക്കുമ്പോൾ ഞങ്ങൾ ഹാർട്ട് അറ്റാക്ക് ആയിട്ടും മാറി കാണുന്നുണ്ട്. ഇപ്പോൾ എല്ലാ വേദനയും ഹാർട്ട് അറ്റാക്ക് ആകണമെന്നില്ല. ഒരിക്കലും എല്ലാ വേദനയും ഹാർട്ട് അറ്റാക്ക് ആവണമെന്നില്ല. പല പേഷ്യൻസും വരുന്നത് എനിക്ക് ഒരാഴ്ചയായിട്ട് ഞാൻ ഉറങ്ങാറില്ല, പക്ഷെ പക്ഷെ ഹാർട്ട് അറ്റാക്ക് ആണെന്നുണ്ടെങ്കിൽ ആ വേദന നിങ്ങൾ അറിയും. അങ്ങനെയാണോ? പക്ഷേ അല്ലാതെ ഡയബറ്റിക് ഇപ്പോൾ ക്രോണിക് ഡോക്ടർ മിറ്റി പറഞ്ഞല്ലോ, ക്രോണിക് ഡയബറ്റിക് ആണെങ്കിൽ ഒരിക്കലും ഒരു വേദന വരണമെന്നില്ല. ചിലപ്പോൾ ഒരാഴ്ചയായിട്ട് ആ പേഷ്യന്റ് ഞാൻ രാത്രി 2 മണിയാകുമ്പോൾ എഴുന്നേക്കും, എന്നിട്ട് കസേരയിലിരുന്ന് ഉറങ്ങും, എന്നിട്ട് 5 മണിയാകുമ്പോൾ ഞാൻ വീണ്ടും കയറി കിടന്ന് ഉറങ്ങും. ദാറ്റ്സ് എ നോർമൽ തിങ് എന്ന് വെച്ച് അവർ വെച്ചുകൊണ്ടിരിക്കും. മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെ ഒരു സ്റ്റേജിൽ പിന്നെ കാലി നീര് ഈ സമയത്തായിരിക്കും ആശുപത്രി വരുന്നത്. അപ്പോഴാണ് അറിയുന്നത് ഒരു അറ്റാക്ക് വന്നു, ഹാർട്ടിന്റെ പമ്പിങ്ങിന് ക്ഷതം സംഭവിച്ചു എന്നൊക്കെ നമ്മൾ അല്ലെങ്കിൽ ആ രോഗികൾ അറിയാൻ പോകുന്നത്. അപ്പം ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ അവരങ്ങ് നിഷേധിക്കും. അതാണ് സംഭവിക്കുന്നത്. ഇപ്പോൾ ഇടത് ഭാഗത്താണ് വേദന, വലത് ഭാഗത്താണ് വേദന, അല്ല നടുക്കാണ് ശരിക്കും ഹാർട്ട് അറ്റാക്കിന്റെ പെയിൻ വരുന്നത്. ശരിക്കും എവിടെയാണ് ഈ ഹാർട്ട് അറ്റാക്കിന്റെ പെയിൻ വരുന്നത്? അതിന് ഒരു ടിപ്പിക്കലായിട്ട് കാർഡിയക് സിംറ്റം പറയുമ്പോൾ നമ്മൾ സെൻട്രലായിട്ടുള്ള ഒരു ഹെവിനെസ് ആണ് യൂഷ്വലി അങ്ങനെ നടുക്കായിട്ടൊരു എന്തോ ഒരു ഭാരം കെട്ടി വെച്ചിരിക്കുന്നത് പോലെ. പിന്നെ ടിപ്പിക്കലായിട്ട് വരുവാണെങ്കിൽ കഴുത്തിലോട്ടൊക്കെ റേഡിയേറ്റ് ചെയ്യുന്നതും കയ്യിലോട്ട് റേഡിയേറ്റ് ചെയ്യുന്നു. അതിൻ്റെ കൂടെ ഒരു സ്വെറ്റിങ്, ഇതൊക്കെ എപ്പോഴും കാണണമെന്നില്ല, പക്ഷേ ടിപ്പിക്കലായിട്ട് ഇതിൻ്റെ കൂടെ കാണാൻ സാധ്യതയുള്ളത് സ്വെറ്റിങ് വരിക, പിന്നെ ഛർദ്ദിക്കാൻ തോന്നുക. ഇതൊക്കെ ഒരു ചെസ്റ്റ് പെയിൻ്റെ കൂടെ കാണപ്പെടാവുന്ന സിറ്റുവേഷൻസ് ആണ്. പിന്നെ ഈ റെസ്റ്റിലുള്ള പെയിൻ വരുന്നതിന് മുമ്പ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നടക്കുമ്പോൾ തൊട്ടേ ഒരു ചെസ്റ്റിലൊരു ഭാരം, ഇതേ സിംറ്റം നമ്മൾ നോട്ടീസ് ചെയ്യാൻ തുടങ്ങും. എന്നും വ്യായാമം ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നമ്മളൊരു ചെറിയ ദൂരം നടന്നു കഴിയുമ്പോൾ തന്നെ നമുക്ക് ഇങ്ങനെ ഒരു സിംറ്റം വരാൻ സാധ്യതയുണ്ട്. ചെസ്റ്റിലൊരു ഭാരം പോലെ എടുത്തു വെച്ചിരിക്കുന്ന പോലെ തോന്നുക, നമ്മളവിടെ നിന്ന് കഴിയുമ്പോൾ അതങ്ങ് മാറുന്നത് പോലെ ഒരു ഫീലിംഗ്. ഇത് എപ്പോഴും ഒരു ഹാർട്ട് അറ്റാക്ക്, മേജർ അറ്റാക്ക് വരുന്നതിന് മുമ്പ് ഇങ്ങനെ ഒരു സിംറ്റം എക്സേർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധ്യതയുണ്ട്. ആൻജിയോപ്ലാസ്റ്റി എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇമേജ് ഗൈഡഡ് ആൻജിയോപ്ലാസ്റ്റി എന്നൊരു പുതിയ ടേം കേൾക്കുന്നു. അതെന്താണ്? ഇമേജ് ഗൈഡഡ് ആൻജിയോപ്ലാസ്റ്റി എന്ന് ഉദ്ദേശിക്കുന്നത്, പണ്ടത്തെ നമ്മൾ ഇനിഷ്യലൊക്കെ നമ്മൾ ആൻജിയോപ്ലാസ്റ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ആൻജിയോഗ്രാഫി കാണുന്നു. നമുക്കൊരിക്കലും 3 ഡയമെൻഷണൽ ആൻജിയോഗ്രാഫി ഇല്ല, നമുക്കെല്ലാം 2 ഡയമെൻഷനിലാണ്. അപ്പം നമ്മൾ 2 ഡയമെൻഷനിൽ വെച്ച് നമ്മൾ ഐബോൾ വെച്ചാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ഒരു 2.75 ഇത്ര mm വെസലാണ്, അല്ലെങ്കിൽ ഇത്ര mm ലെന്താണ്. ഇതൊക്കെ നമ്മളൊരു മാനുവൽ കാൽക്കുലേറ്റ് ചെയ്താണ്, നമ്മൾ ഐബോളിൽ വെച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താണ് നമ്മൾ ഇനിഷ്യലി സ്റ്റെൻറ്റൊക്കെ ഇട്ടുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോഴത്തെ സമയം വാട്ട് ഈസ് ഇമേജിങ് ആയിട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വെസൽസിനകത്തെല്ലാം ഇമേജ് ഒരു ക്യാമറ എടുത്ത് അകത്ത് കൊണ്ടുപോയിട്ട് നമ്മൾ ആ വെസൽ മൊത്തം അനലൈസ് ചെയ്യും. അപ്പം നമുക്ക് വെസൽ അനലൈസ് ചെയ്യുമ്പോൾ അറിയാം ഈ വെസലിൻ്റെ സൈസ് എത്രയാണ്, എന്ത് ടൈപ്പ് കൊഴുപ്പാണ് അവിടെ ഇരിക്കുന്നത്, അവിടെ കാൽഷ്യം ഉണ്ടോ. കാൽഷ്യം ഉണ്ടെങ്കിൽ നമ്മൾ ഇന്ന സാധനങ്ങൾ വെച്ച് കാൽഷ്യം പൊട്ടിച്ചിട്ട് വേണം സ്റ്റെൻറ്റ് ഇടാൻ, അല്ലെങ്കിൽ ആ സ്റ്റെൻറ്റ് അവിടെ എക്സ്പാൻഡ് ആകത്തില്ല. പിന്നെ എത്ര ലെന്ത് വേണം. സോ അൺനെസറി ലോങ് ലെൻസ് സ്റ്റെൻസ് ഒഴിവാക്കാം. പിന്നെ നല്ല ഏരിയ നോക്കി നമുക്ക് സ്റ്റെൻസിനെ ലാൻഡ് ചെയ്യാം. മറ്റേതാണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഓക്കെ, നമ്മൾ ആൻജിയോഗ്രാഫിയിൽ നോക്കുമ്പോൾ ഇത് നല്ല സെഗ്മെൻറ്റാണ്, നമുക്ക് അവിടെ ലാൻഡ് ചെയ്യാം. അപ്പോൾ അങ്ങനെയുള്ള പല കാര്യങ്ങളും ഒഴിവാക്കിയിട്ട് നമ്മൾ കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ടായിരിക്കും നമ്മൾ ഇപ്പോഴത്തെ സമയത്ത് ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്നത്. പിന്നെ നമ്മൾ ആൻജിയോപ്ലാസ്റ്റി സ്റ്റെൻറ്റ് ഇട്ടു, ഓക്കെ, അത് പ്രോപ്പറായിട്ട് എക്സ്പാൻഡ് ആയോ ഇല്ലയോ. അപ്പോൾ നമ്മൾ അടുത്ത ഇമേജിങ് എടുക്കുമ്പോൾ നമുക്കറിയാം അത് എക്സ്പാൻഡ് ആയോ ഇല്ലയോ. എക്സ്പാൻഡ് ആയെങ്കിൽ ഇനിയും കുറച്ചുകൂടെ എക്സ്പാൻഷൻ കിട്ടണോ, എല്ലാം നമുക്ക് കുറച്ചുകൂടെ ഒരു പെർഫെക്റ്റ് രീതിയിൽ ആൻജിയോപ്ലാസ്റ്റി ചെയ്യാം. ഇതാണ് നമ്മൾ ഇമേജിങ് ഗൈഡഡ് ആൻജിയോപ്ലാസ്റ്റി എന്ന് ഉദ്ദേശിക്കുന്നത്. ചിലരുടെ ഹാർട്ട് അറ്റാക്ക് മറ്റുള്ളവരെ ഞെട്ടിപ്പിക്കാറുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ എൻ്റെ മമ്മിക്ക് ഹാർട്ട് അറ്റാക്ക് വന്ന സമയത്ത് ഞങ്ങൾ എല്ലാവരും, എൻ്റെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന എൻ്റെ കൊളീഗ്സ് ഉൾപ്പെടെ ഞെട്ടി. കാരണം നിരന്തരമായിട്ട് എക്സസൈസ് ചെയ്യുന്ന ആളാണ്, കൃഷി ചെയ്തുകൊണ്ട് നടക്കുന്ന ഒരാളാണ്. അപ്പോൾ ഈ റെഗുലർ എക്സസൈസ് ഒരു ജീവിതശൈലിയുടെ ഭാഗമാകുന്ന ആൾക്കാർക്ക് പോലും ഈ ഹാർട്ട് അറ്റാക്കിൻ്റെ സാധ്യത ഉണ്ടോ? അതെ, ഇപ്പോൾ ഫാമിലി ഹിസ്റ്ററി ഉള്ള ആൾക്കാർക്ക്, ഇപ്പോൾ ഫാമിലി ഹിസ്റ്ററി നല്ല സ്ട്രോങ് ആയിട്ടുള്ളവർ, അത് പാരമ്പര്യമായിട്ട് ഹാർട്ട് അറ്റാക്കിൻ്റെ സാധ്യതയുള്ളവർക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒരു ഹാർട്ട് അറ്റാക്ക് വരാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എത്രയും പെട്ടെന്ന് പെയിൻ വന്നു കഴിഞ്ഞിട്ട് എത്രയും പെട്ടെന്ന് ഒരു നിയറസ്റ്റ് ഒരു ആൻജിയോപ്ലാസ്റ്റി റീവാസ്കുലറൈസേഷൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഹോസ്പിറ്റലിൽ തന്നെ എത്രയും പെട്ടെന്ന് എത്തിക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോൾ ഫുഡിൻ്റെ മാറ്റങ്ങൾ, നമ്മൾ വരുത്തുന്ന മാറ്റം ഒരാഴ്ച നമ്മൾ റിപ്പീറ്റ് ചെയ്താൽ പോലും നമ്മുടെ വാല്യൂസിൽ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഈ ആൻജിയോപ്ലാസ്റ്റി ഒക്കെ കഴിഞ്ഞ ആൾക്കാർക്ക് പോലും കാര്യമായിട്ടുള്ള വ്യത്യാസം വരുത്തുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. മമ്മിയുടെ കാര്യത്തിൽ ഡോക്ടർ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഡയറ്റ് നന്നായിട്ട് ഇതിനെ ബാധിക്കുന്നുണ്ടോ, സ്വാധീനിക്കുന്നുണ്ടോ?
ഡയറ്റ് ഒരു പരിധി വരെ നമ്മളിപ്പം ഹാർട്ട് അറ്റാക്ക് കഴിഞ്ഞ ആൾക്കാർ എന്തായാലും മെഡിസിൻസ് ആയിരിക്കും. കൊളസ്ട്രോൾ ലോറിങ് മെഡിസിൻസും പിന്നെ ബ്ലഡ് കട്ടിയാവാതിരിക്കാനുള്ള മരുന്നുകൾ എന്തായാലും കഴിക്കുന്നുണ്ടാവും. അപ്പം ഈ ഡയറ്റിൻ്റെ കോൺട്രിബ്യൂഷൻ കൊളസ്ട്രോളുമായിട്ട് ഒരു 15% ഒക്കെ ഉള്ളൂ. അപ്പം നമ്മൾ ഡയറ്റ് കൂടാതെ തന്നെ ഈ മെഡിസിൻസും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പം മരുന്നും കൃത്യമായിട്ട് കഴിക്കണം, അതുകൂടാതെ തന്നെ ഡയറ്റിലും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ബേസിക്കലി ഇവിടുത്തെ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാം ബേസിക് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ അത് നമുക്കില്ല. നമ്മുടെ വിചാരം എനിക്ക് അറ്റാക്ക് വന്ന് ഞാൻ മരുന്ന് തുടങ്ങി പിന്നെ എൻ്റെ പ്രശ്നങ്ങളെല്ലാം തീർന്നു. അതായത് നമ്മളൊരു വീട് ഉണ്ടാക്കുകയാണ്, ഫൗണ്ടേഷനിൽ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഫൗണ്ടേഷൻ നമുക്ക് കെട്ടാം. മേളിലോട്ട് നിങ്ങൾ നല്ല ഒരു സ്വർണ്ണത്തിൽ വീടൊക്കെ കെട്ടി, പക്ഷേ ഫൗണ്ടേഷൻ ശരിയല്ലെങ്കിൽ വീട് ഇരുത്തും. ദ സെയിം തിങ് നമുക്ക് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ ഇല്ലാതാണ് നമ്മൾ മുന്നോട്ട് ജീവിക്കുന്നത്. ആദ്യത്തെ ഒരു 6 മാസമൊക്കെ നമ്മൾ ലൈഫ് സ്റ്റൈലൊക്കെ നോക്കും. ഡോക്ടർ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു ഞാനിങ്ങനെ ചെയ്തു. അത് കഴിഞ്ഞ് വാട്ട് ഹാപ്പൻസ് ലൈഫ് സ്റ്റൈൽ പതുക്കെ അങ്ങ് ജീവിതത്തിൽ നിന്ന് പോകും. പിന്നെ നമ്മൾ മരുന്ന് കഴിക്കുന്നത് മാത്രമേ ആവത്തുള്ളൂ. മനസ്സിലായില്ലേ? പിന്നെ അവിടുത്തെ അടുത്ത ചോദ്യം കഴിഞ്ഞാൽ ഓക്കെ കൊളസ്ട്രോൾ എനിക്കില്ലല്ലോ, പിന്നെ എന്തിനാ ഞാൻ ഇത്രയും മരുന്ന് കഴിക്കുന്നത്? ഇതെല്ലാം ഇവിടുത്തെ ഒരു കാര്യങ്ങളിലേക്ക് മുന്നോട്ട് വരുമ്പോൾ ഉണ്ടല്ലോ പിന്നെയും ഈ ഡിസീസ് വീണ്ടും പ്രോഗ്രസ് ചെയ്യും. പിന്നെ അൺകൺട്രോൾ ഡയബറ്റിക് അൺകൺട്രോൾ ആവുന്നതനുസരിച്ച് ഡിസീസ് പ്രോഗ്രഷൻ പിന്നെയും വരും. പിന്നെ യങ് ഏജിൽ വരും. ഒരു 40 അല്ലെങ്കിൽ 35-40 ഇയേഴ്സിൽ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൻ്റെ പ്രോഗ്രഷൻ അതുപോലെ തന്നെ വരും. പക്ഷെ അതിന് അന്നേരം എല്ലാവരും വേറെ മരുന്ന് മാത്രം കഴിച്ചാൽ മതി. പക്ഷെ നമ്മുടെ ബേസിക് ലൈഫ് സ്റ്റൈല് നമ്മൾ ആരും മാറ്റത്തില്ല. ഇതാണ് ഇവിടുത്തെ പ്രശ്നം. ഇപ്പോൾ ഈ ഹാർട്ട് അറ്റാക്ക് വന്നവരുടെ ഡയറ്റിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ ഇടയ്ക്ക് ഒരു ആർട്ടിക്കിൾ വായിച്ച് ശരിക്കും പറഞ്ഞാൽ ഞെട്ടിപ്പോയി. നമ്മൾ വളരെയധികം ആരോഗ്യകരമാണ് എന്ന് വിചാരിച്ച് കൊടുത്തുകൊണ്ടിരുന്ന ഭക്ഷണം റിസ്ക് ഭക്ഷണങ്ങളിൽ പെടുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഒരു റിസ്ക് ഭക്ഷണമുണ്ടോ? അതോ തെറ്റായിട്ടുള്ളൊരു വാർത്തയാണോ ഞാൻ വായിച്ചത്? നമ്മളങ്ങനെ ഒരു പ്രത്യേക ഭക്ഷണ രീതി ഒഴിവാക്കാനൊന്നും പറയത്തില്ല. പക്ഷേ കൊഴുപ്പുള്ള ആഹാരങ്ങൾ, ഇപ്പോൾ എണ്ണയിൽ വറുത്തിട്ടുള്ള ആഹാരങ്ങളും ഒരു മിതമായ ക്വാണ്ടിറ്റിയിൽ അവോയ്ഡ് ചെയ്യണം. പിന്നെ നമ്മൾ ഈ അവോയ്ഡ് ചെയ്യേണ്ടത് റെഡ് മീറ്റ്, ബീഫ്, മട്ടൺ അങ്ങനെയൊക്കെയുള്ള റെഡ് മീറ്റുകളും അവോയ്ഡ് ചെയ്യാനേ നമ്മൾ സാധാരണ അഡ്വൈസ് ചെയ്യാറുള്ളൂ. ബാക്കി എല്ലാ ഗ്രൂപ്പ് ഓഫ് നമ്മൾ ഭക്ഷണങ്ങളെല്ലാം നമ്മൾ അതിൻ്റെ കൂടെ കഴിക്കാം. അതിൻ്റെ കൂടെ മെഡിസിൻസ് കണ്ടിന്യൂ ചെയ്യണം എന്നാണ് സാധാരണ നമ്മൾ അഡ്വൈസ് ചെയ്യുന്നത്. ബീഫ് കഴിച്ചാൽ ഹാർട്ട് അറ്റാക്ക് വരാനുള്ള സാധ്യത നിരന്തരം കഴിക്കുന്ന ആൾക്ക് എത്രത്തോളം ഉണ്ട്? നമുക്കൊരിക്കലും അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. ബിക്കോസ് ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മൾ സ്മോക്കിംഗ് ഒരു ഭയങ്കര റിസ്ക് ഫാക്ടറായിട്ട് പറയാറുണ്ട്. ശരിയല്ലേ? സ്മോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹാർട്ട് അറ്റാക്ക് വരുന്നത്. പക്ഷേ ഞങ്ങൾക്കറിയാവുന്ന പല പേഷ്യൻസ് ഉണ്ട് നല്ല ചെയിൻ സ്മോക്കേഴ്സ്, പക്ഷേ അവർക്ക് ഞങ്ങൾ ആൻജിയോഗ്രാഫി ചെയ്തിട്ട് ഒന്നും കാണാതെ പോയിട്ടുണ്ട്. മനസ്സിലായി? ഇറ്റ് ഈസ് നോട്ട് നെസസറി ദാറ്റ് ഇന്നത് വേണം. നമുക്ക് ഇതിനകത്ത് പല റിസ്ക് ഫാക്ടേഴ്സ് ഇൻവോൾവ് ആണ്. ഇപ്പം ഞാൻ എല്ലാ ഡയറ്റും നോക്കുന്നു, പക്ഷേ എനിക്കൊരു സ്ട്രോങ് ഫാമിലി ഹിസ്റ്ററി അപ്പുറത്തുണ്ടെങ്കിൽ അത് മതി എനിക്കൊരു ഹാർട്ട് അറ്റാക്ക് ഉണ്ടാക്കാൻ. ഞാൻ നിർബന്ധമില്ല ഞാൻ പച്ചക്കറി മാത്രം കഴിച്ച് ജീവിക്കണമെന്ന്. മനസ്സിലായി? എത്രയോ വെജിറ്റേറിയൻസിന് ഹാർട്ട് അറ്റാക്ക് വരുന്നുണ്ട്. ശരിയല്ലേ? സോ ബേസിക്കലി നമ്മളിതിനകത്ത് മൾട്ടിപ്പിൾ ഇൻവോൾവ്മെന്റ്സ് ഇതിനകത്ത്, മൾട്ടിപ്പിൾ തിങ്സ് ആർ ഇൻവോൾവ് ഇൻ ദിസ്. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ഒരു ഞാൻ ഇങ്ങനെയൊക്കെ ഡയറ്റ് എടുത്തു അല്ലെങ്കിൽ ദിവസവും ഞാൻ ഷട്ടിൽ കളിക്കുന്നുണ്ട് അതുകൊണ്ട് എനിക്ക് ഹാർട്ട് അറ്റാക്ക് വരത്തില്ല എന്നൊന്നുമില്ല. ഇറ്റ് ഈസ് അതായത് മൾട്ടിപ്പിൾ റിസ്ക് ഫാക്ടേഴ്സ് ഇതിനകത്ത് ഇൻവോൾവ് ആണ്. എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ കുഴഞ്ഞു വീഴുന്ന വീഡിയോസൊക്കെ നമ്മളെ വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട്. എക്സസൈസ് ചെയ്യുമെന്ന് ഒരു സൈഡ് പറയുന്നു, എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഹാർട്ട് അറ്റാക്കിൻ്റെ വീഡിയോസ് നമ്മുടെ അടുത്ത് വരുന്നു. അപ്പോൾ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഏത് എക്സസൈസാണ് ഒരു വിപരീത ഫലം തരുന്നത്? ഇപ്പം നമ്മൾ ഈ വെയിറ്റ് ട്രെയിനിങ് എക്സസൈസ് ഇപ്പം ഒരുപാട് നാൾ വെറുതെ ഇരുന്നിട്ട് നമ്മൾ പെട്ടെന്ന് ജിമ്മിൽ പോകണം, നാളെ ഒരു ദിവസം ജിമ്മിൽ പോകാം, 5 ദിവസത്തെ വർക്കൗട്ട് ഒരുമിച്ച് ചെയ്യുമ്പോൾ അപ്പോൾ ഇപ്പം നാളെ തൊട്ട് നമുക്ക് ജിമ്മിൽ പോകാം, നാളെ പോയി ഒരു 50 കിലോ പൊക്കാം എന്ന് പറഞ്ഞിട്ട് പോകുന്നവർക്കാണ് യൂഷ്വലി ഇങ്ങനെയുള്ള അപകടങ്ങൾ സംഭവിക്കുന്നത്. കാരണം നമ്മൾ ചിലപ്പം രക്തക്കുഴലിനകത്ത് എന്തെങ്കിലും ഒരു പ്ലാക്ക് പോലെ കാണുമായിരിക്കും. ചിലപ്പോൾ അതിനകത്ത് പെട്ടെന്ന് അത് പൊട്ടിക്കഴിയുമ്പോഴാണ് പെട്ടെന്ന് ബ്ലഡ് ക്ലോട്ട് വന്നിട്ട് ഹാർട്ട് അറ്റാക്ക് വരുന്നത്. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഗ്രേഡഡ് ആയിട്ട് വേണം എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യാൻ. അതും ആദ്യം തന്നെ നമ്മൾ ഒരു ട്രെഡ്മില്ല് പോലുള്ള ഒരു എയ്റോബിക് എക്സസൈസ് വേണം ഇനീഷ്യേറ്റ് ചെയ്യാൻ. എന്നിട്ട് വേണം പിന്നെ ഒരു വെയിറ്റ് ട്രെയിനിങ്ങിലൊക്കെ പോകാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മളൊരു ഗ്രേഡഡ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ ഇങ്ങനെയുള്ളൊരു ഇൻസിഡൻസ് നമുക്ക് ഒരു പരിധി വരെ നമുക്ക് അവോയ്ഡ് ചെയ്യാം. പിന്നെ എപ്പോഴും ഒരു ചെക്കപ്പ് അതിന് മുമ്പ് ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്. ഇപ്പം ജിം ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് വന്നിട്ടൊരു ട്രെഡ്മിൽ ടെസ്റ്റിംഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ പേഷ്യൻ്റെ എഫർട്ട് ടോളറൻസ് എന്തുമാത്രം ഉണ്ടെന്ന് നമുക്ക് അസസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ട്രെഡ്മില്ല് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ചെക്കപ്പ് ചെയ്യാറുണ്ടല്ലോ വൺസ് ഹാർട്ട് അറ്റാക്ക് വന്ന് സ്റ്റെൻറ്റൊക്കെ ഇട്ട ആൾക്കാർക്ക്. അപ്പോൾ ഈ ഒരു സമയത്ത് മാത്രം ഒരുപാട് ടെൻഷൻ കൂടിയിട്ടോ
എന്തൊക്കെയോ കൊണ്ട് വാല്യൂസിലൊക്കെ കാര്യമായിട്ടുള്ള വ്യത്യാസം വരുന്നവരുണ്ടല്ലോ. അപ്പോൾ എന്ത് ചെയ്യണം ഈ ട്രെഡ്മില്ല് ചെയ്യുന്നതിന് മുമ്പ്, ഈ ടെസ്റ്റിനൊക്കെ പോകുന്ന സമയത്ത് മുൻകൂട്ടി നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ട് വരണോ ഹോസ്പിറ്റലിൽ? ട്രെഡ്മില്ല് ഇറ്റ്സ് ബേസിക്കലി ഒരു പറയുന്നത് ഒരു പുവർ മാൻസ് ആൻജിയോഗ്രാഫി, പാവപ്പെട്ടവൻ്റെ ആൻജിയോഗ്രാം. അതാണ് ട്രെഡ്മില്ല് ബേസിക്കലി പറയുന്നത് അങ്ങനെ. കാരണം ട്രെഡ്മില്ല് നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ല. നമ്മൾ ഡോക്ടർ മിട്ടി പറഞ്ഞ പോലെ ഇനിഷ്യലി നമ്മളൊന്ന് പേഷ്യൻ്റ് എഫേർട്ട് നോക്കുന്നു, അതായത് പേഷ്യൻ്റ് എന്തുമാത്രം നടക്കാൻ പറ്റും. പിന്നെ സബ്സിക്വൻ്റ്ലി അതിനകത്ത് വരുന്ന ECG ചേഞ്ചസ്. ട്രെഡ്മിൽ ഒരിക്കലും ഒരു 100% ഓക്കെ ട്രെഡ്മില്ലിൽ എനിക്ക് പ്രശ്നമുണ്ട് അതുകൊണ്ട് എനിക്ക് ബ്ലോക്ക് ഉണ്ടെന്ന് എങ്ങും പറഞ്ഞിട്ടില്ല. ട്രെഡ്മിൽ അത്രയും സ്പെസിഫിസിറ്റി സെൻസിറ്റിവിറ്റി ഒന്നുമില്ല. നമ്മൾ ബാക്കി കാര്യങ്ങളോട് അതിൻ്റെ കൂടെ ചേർത്താൽ മാത്രമേ നമുക്കൊരു ട്രെഡ്മില്ലിൽ, ഇപ്പം ഞാൻ ട്രെഡ്മില്ലിൽ ചിലപ്പം പേഷ്യൻ്റ് ECGയിൽ ഒന്നും കാണത്തില്ല, പക്ഷേ പേഷ്യൻ്റ് സിംറ്റം കാണും. ഞാൻ നടന്നപ്പം എനിക്ക് നെഞ്ചിനകത്തൊരു ഭാരം തോന്നി, അവസാനത്തെ സ്റ്റേജ് എത്തിയപ്പോൾ എനിക്ക് നെഞ്ചിനകത്ത് ഭാരം തോന്നി, പക്ഷേ ECG ചെയ്ത ചേഞ്ചസ് ഇല്ല. നമ്മുടെ അടുത്ത് പേഷ്യൻ്റ് വരുന്നതും ഞാൻ ജോലിയൊക്കെ ചെയ്യുമ്പോൾ എനിക്കൊരു കിതപ്പോ അണുപ്പോ ഉണ്ടായിരുന്നു. ഒരു 10-25 വർഷമായിട്ട് പേഷ്യൻ്റ് ഡയബറ്റിക് ആണ്. ഓക്കെ, അപ്പം റിസ്ക് ഫാക്ടേഴ്സ് എല്ലാം ഇതിനകത്ത് ഇൻക്ലൂഡ് ഉണ്ട്. അപ്പം ട്രെഡ്മില്ലിൽ നെഗറ്റീവ് ആണെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ആ പേഷ്യൻ്റ് പ്രശ്നമില്ലെന്നല്ല, ബിക്കോസ് സിംറ്റംസും ബാക്കി റിസ്ക് ഫാക്ടേഴ്സും എല്ലാം ഹാർട്ടിന് പ്രശ്നമുള്ളതുപോലെയാണ് കാണിക്കുന്നത്. അപ്പം ട്രെഡ്മില്ല് നമുക്ക് കുറച്ച് എന്താ പറയുന്നത്, ആഡ് ഓൺ കാര്യങ്ങൾ മാത്രമേ നമുക്ക് ട്രെഡ്മില്ല് തരത്തുള്ളൂ. വെദർ നമ്മൾ മുന്നോട്ട് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകണോ വേണ്ടതെന്ന് അറിയുന്ന ഒരു ടെസ്റ്റ് മാത്രമേ ഉള്ളൂ ട്രെഡ്മില്ല്. അല്ല ട്രെഡ്മില്ല് ചെയ്ത് എത്രയോ പേഷ്യൻസ് ഉണ്ട്, ട്രെഡ്മില്ല് ചെയ്തു ഒരാഴ്ചക്കുള്ളിൽ ഹാർട്ട് അറ്റാക്ക് ഇട്ട് വന്നിട്ടുണ്ട്. ട്രെഡ്മില്ല് ചെയ്ത് ഒരു കുഴപ്പമില്ല, ട്രെഡ്മില്ല് അബ്സല്യൂട്ട്ലി നോർമൽ. എന്നിട്ട് ഞങ്ങൾ പേഷ്യൻ്റ് സിംറ്റം മാത്രമുണ്ട്, ആ സിംറ്റമിൻ്റെ ബേസിൽ ഞങ്ങൾ ആൻജിയോഗ്രാഫി ചെയ്തിട്ടുണ്ട്. നല്ല ക്രിട്ടിക്കൽ ലീഷൻസ് ഉണ്ട്. അപ്പം ഞങ്ങൾ തന്നെ ചിന്തിച്ചിട്ടുണ്ട് ഈ പേഷ്യൻ്റ് എങ്ങനെ ഇത്ര നേരം നടന്നു, 6 മിനിറ്റ് 9 മിനിറ്റ് 10 മിനിറ്റ്സ് ഒക്കെ നടന്ന പേഷ്യൻസ് ഉണ്ട്. അപ്പം ട്രെഡ്മില്ല് ഒരിക്കലും ഒരു 100% ഓക്കെ ട്രെഡ്മില്ല് നോർമൽ ആണെന്ന് ഡസന്റ് മീൻ ദാറ്റ് നമുക്ക് ബ്ലോക്ക് ഇല്ലെന്നല്ല. ഇറ്റ് ഈസ് ഒരു ഏർലി ഡയഗ്നോസ്റ്റിക് ടു ഫൈൻഡ് ഔട്ട് നമുക്ക് മുന്നോട്ട് നെക്സ്റ്റ് വേണോ വേണ്ട എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമ്മുടെ ഹാർട്ട് അറ്റാക്കിൻ്റെ സാധ്യത ഏതെല്ലാം ജോലി ചെയ്യുന്നവരിലാണ് കൂടുതൽ വരാനുള്ള സാധ്യത? നമ്മുടെ ഫിസിക്കൽ കണ്ടീഷൻസ്, നമ്മൾ ചെയ്യുന്ന എക്സസൈസ്, ഇതൊക്കെ കുറഞ്ഞു പോയാൽ അതിൻ്റെ സാധ്യത കൂടുമോ? എങ്ങനെയാണ്? നമ്മുടെ പ്രൊഫഷനുമായിട്ട് റിലേറ്റഡ് ആണോ? കൂടുതലും ഒരു സ്ട്രെസ് ഇൻവോൾവ് ആയിട്ടുള്ള ആൾക്കാർക്കും ഇങ്ങനെ ഹാർട്ട് അറ്റാക്ക് വരാറുണ്ട്. ഉറക്കമില്ലായ്മ, പിന്നെ എക്സസൈസ് ചെയ്യാതെ അമിതഭാരം, വണ്ണം എല്ലാം ഇറഗുലർ ലൈഫ് സ്റ്റൈലായിട്ട് നടക്കുന്നവർക്കൊക്കെ ഹാർട്ട് അറ്റാക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം നമ്മൾ യൂഷ്വലി കാണുന്ന യങ് പോപ്പുലേഷനിലാണെങ്കിൽ യൂഷ്വലി ഇങ്ങനെയുള്ള സിംറ്റംസ് കാണുന്നത്. യങ്സ്റ്റേഴ്സ് ഇപ്പം ഇറാറ്റിക് ലൈഫ് സ്റ്റൈലുമായിട്ട് നടന്ന് പിന്നെ സ്മോക്കിങ്ങോ അങ്ങനെ എന്തെങ്കിലും അഡിക്ഷൻസും കാണും. അങ്ങനെയുള്ളവർക്കും ഇങ്ങനെ ഹാർട്ട് അറ്റാക്ക് വന്ന് കാണാറുണ്ട്. പേസ് മേക്കർ എപ്പോഴാണ് നമ്മൾ അഡ്വൈസ് ചെയ്യുന്നത്? പേസ് മേക്കർ ഇറ്റ്സ് എ കോമൺ ടേം. ഒരു പേസ് മേക്കർ എന്ന് പറഞ്ഞാൽ ഒരു ബ്രോഡ് ടേമാണ്. അതിനകത്ത് ഒത്തിരി കാര്യങ്ങൾ അതിനകത്ത് ഇൻവോൾവ് ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഒരു ബേസിക് പേസ് മേക്കർ നമുക്ക് വേണ്ടത് നമുക്ക് സ്വന്തം ഒരു പേസ് മേക്കർ ഉണ്ട്. അപ്പം അതിൻ്റെ പ്രവർത്തനശേഷി കുറയുമ്പോഴാണ് നമ്മളൊരു ആർട്ടിഫിഷ്യൽ അല്ലെങ്കിൽ ഒരു എക്സ്റ്റേണൽ പേസ് മേക്കറിനെ നമ്മൾ ഫിക്സ് ചെയ്ത് നമ്മൾ ഹൃദയത്തിനെ ശരിയാക്കി എടുക്കുന്നത്. അപ്പോഴാണ് നമ്മൾ പേസ് മേക്കർ. അപ്പം അതിന് മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ് ഉണ്ട്. ഇപ്പം നമുക്ക് ഓൾഡ് ഏജ് ഒക്കെ ആകുമ്പോഴത്തേക്ക് നമ്മുടെ പ്രവർത്തനശേഷി ഇപ്പോൾ നമ്മുടെ സ്വന്തം പേസ് മേക്കറിൻ്റെ പ്രവർത്തനശേഷി കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എക്സ്റ്റേണലി ഒരു പേസ് മേക്കർ വെച്ചിട്ട് വേണം ഹാർട്ടിനെ സപ്പോർട്ട് ചെയ്യാൻ. പേസ് മേക്കർ ഒരു ഹാർട്ടിൻ്റെ ഇലക്ട്രിക്കൽ സിസ്റ്റത്തിനെ മാത്രമേ അത് നോക്കത്തുള്ളൂ, വേറെ ഒരു രീതിയിലും അതിന് ഇത് ചെയ്യത്തില്ല. കാരണം നമ്മുടെ ഇലക്ട്രിക്കൽ സിസ്റ്റം തകരാറ് വരുമ്പം നമ്മളൊരു വേറെ ഇലക്ട്രിക്കൽ സിസ്റ്റം നമ്മൾ ഫിക്സ് ചെയ്യുന്നു, അത്ര മാത്രമേ ഉള്ളൂ പേസ് മേക്കറിന്. ഇപ്പോൾ പേസ് മേക്കർ വെച്ചൊരു പേഷ്യൻറ്റിന് നോർമൽ ലൈഫ് പോസിബിൾ ആണോ? എക്സസൈസ് ചെയ്യാൻ സാധിക്കുമോ? യാത്ര ചെയ്യാൻ പറ്റുമോ? അത് ബേസിക്കലി പേഷ്യൻ്റെ എഫേർട്ട് ടോളറൻസ് അനുസരിച്ചാണ്. ഇതിപ്പം നേരത്തെ എക്സസൈസ് ചെയ്തുകൊണ്ടിരുന്ന ആളായിരുന്നെങ്കിൽ ഇപ്പം നമുക്ക് പേസ് മേക്കർ വെച്ചതിന് ശേഷവും എക്സസൈസ് കണ്ടിന്യൂ ചെയ്യാം. ഇപ്പം നേരത്തെ അതത്രയും ചെയ്യുന്നില്ല, എക്സസൈസൊക്കെ ചെയ്യുന്നില്ല, ഒരു സപ്പോർട്ടോടെ ജീവിക്കുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് എക്സസൈസ് യൂഷ്വലി റെസ്ട്രിക്റ്റഡ് ആയിട്ട് വരും. അത് പേസ് മേക്കർ വെച്ചതുകൊണ്ട് എക്സസൈസ് ചെയ്യാൻ പറ്റില്ല എന്നൊന്നുമില്ല. പേസ് മേക്കർ ചെയ്യുന്നതിന് മുമ്പ് എങ്ങനെയാണോ ലൈഫ് സ്റ്റൈൽ മുന്നോട്ട് പോയിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഇപ്പോൾ എക്സസൈസ് ചെയ്യുന്ന ആളായിരുന്നെങ്കിൽ അത് എക്സസൈസുമായിട്ട് മുന്നോട്ട് പോകാൻ നമ്മൾ പേസ് മേക്കർ വെച്ചാലും നമുക്ക് എക്സസൈസുമായിട്ട് മുന്നോട്ട് പോകാം. സ്ട്രെസ്സ് കൂടുതലാണോ നിങ്ങൾക്ക് ഹാർട്ട് അറ്റാക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്, അങ്ങനെ പറയാൻ പറ്റുമോ? യങ്സ്റ്റേഴ്സിൽ ഇപ്പം ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് ഹാർട്ട് അറ്റാക്കാണ്. അതിനൊരു റീസൺ സ്ട്രെസ്സാണ്, ലൈഫ് സ്റ്റൈൽ. ദ മെയിൻ റീസൺ ഫോർ ദർ ഇറ്റ്സ് ലൈഫ് സ്റ്റൈൽ. കാരണം ഇപ്പം ഈ എസ്പെഷ്യലി IT പ്രൊഫഷണൽസിൻ്റെ അടുത്ത് കൂടുതൽ ഒരു രാത്രിയാണ് വർക്കിംഗ്, ശരിയല്ലേ? ഓവർനൈറ്റ് വർക്ക് ചെയ്തു, രാവിലെ ഒരു ഏർലി മോർണിംഗ് അവർ കിടന്നുറങ്ങും. അപ്പം പിന്നെ അവരുടെ സ്ട്രെസ്സ് മേളിൽ നിന്നുള്ള പ്രഷേഴ്സ് ഇസ് ടു ഹൈ. സോ ഇതെല്ലാം ഒരു ഫാക്ടറാണ്. പിന്നെ ടോട്ടലി ലൈഫ് സ്റ്റൈലിനകത്തെ ഫുഡ്, ഇതെല്ലാം ഒരു റീസണാണ് ഇപ്പം യങ്സ്റ്റേഴ്സിൽ ഒത്തിരി ഹാർട്ട് അറ്റാക്സ് കണ്ടുവരും. പക്ഷേ ചിലരുണ്ട് വർക്കൗട്ട് ചെയ്യുന്നവരുണ്ട്, ബട്ട് സ്റ്റിൽ
എന്നാലും ഇതൊരു റീസണാണ്. ലൈഫ് സ്റ്റൈലാണ് ബേസിക്കലി നമ്മുടെ പ്രശ്നം, നമ്മുടെ ഹാർട്ട് അറ്റാക്കിന് കാരണം. ലീഡ്ലെസ് പേസ് മേക്കർ എന്താണ്? ലീഡ്ലെസ് പേസ് മേക്കർ ഒരു പുതിയ ന്യൂ ടെക്നോളജിയാണ്. നമുക്ക് പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് പേസ് മേക്കർ ഉണ്ട്, അത് നമ്മുടെ നോർമൽ ഒരു എന്താ പറയുന്ന ഒരു കൈയുടെ അത്രയല്ല, നമ്മുടെ ഒരു പാദത്തിൻ്റെ അത്രയും വരും പേസ് മേക്കർ. അപ്പം അത് നമ്മൾ സ്കിന്നകത്ത് ഫിക്സ് ചെയ്തിട്ട് നമ്മൾ 2 വയറിനകത്ത് കണക്ട് ചെയ്തിട്ടാണ് പേസ് മേക്കേഴ്സ് നോർമലി വെക്കുന്നത്. ഇപ്പം ലീഡ്ലെസ് പേസ് മേക്കർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ വയറില്ല, നമുക്ക് വൂൺസ് ഒന്നുമില്ല, ജസ്റ്റ് കാല് വഴി ഡേ കെയർ പ്രൊസീജിയറായിട്ട് ചെയ്യാം. കാല് വഴി ഹാർട്ടിനകത്ത് പോയി ഒരു ചെറിയ നമ്മുടെ ഒരു പഴയ 10 പൈസ കോയിൻ മാക്സിമം അത്രേ ഉള്ളൂ ആ സാധനം. സോ ഇറ്റ്സ് വെരി സ്മോൾ. ആ ഡിവൈസ് നമ്മുടെ ഹാർട്ടിനകത്ത് ഇംപ്ലാന്റ് ചെയ്യുക. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ അല്ലെങ്കിൽ സെയിം ഡേ ഈവനിങ് the patient can get discharged. And our pacemaker will function as a normal pacemaker. It's a very small thing implanted inside the നമ്മുടെ റൈറ്റ് സൈഡ് ഹാർട്ടിൻ്റെ വലതുവശത്തെ അറയ്ക്കുള്ളിൽ അത് ഇംപ്ലാന്റ് ചെയ്യുക. അതാണ് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളത്. ഇപ്പോൾ ജിമ്മ് ഹാർട്ട് അറ്റാക്ക് വളരെ ചേർത്ത് വെച്ച് നമ്മൾ പലപ്പോഴും വാർത്തകളിലൂടെയൊക്കെ കേൾക്കാറുണ്ട്. വർക്കൗട്ട് ചെയ്തിട്ടും അല്ലെങ്കിൽ ഇത്രയും ജിമ്മനായിട്ടും ഇങ്ങനൊരു ഹാർട്ട് അറ്റാക്ക് ഒരു അങ്ങനെ ആ തരത്തിലൊക്കെ നമ്മൾ പറഞ്ഞു കേൾക്കാറുണ്ട്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഈ പ്രോട്ടീൻ ഇൻടേക്ക് കൂടിയാൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരാറുണ്ടോ? അല്ല, ജിമ്മിൽ യൂസ് ചെയ്യുന്ന സപ്ലിമെൻറ്റ്സ് ആയിരിക്കത്തില്ല. ചിലപ്പം ഇങ്ങനെ ജിമ്മ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇങ്ങനെ ഫാമിലി ഹിസ്റ്ററി ഒക്കെ സ്ട്രോങ് ആയിരിക്കും, ഇല്ലെങ്കിൽ അവർക്ക് വേറെ അതർ റിസ്ക് ഫാക്ടേഴ്സ് കാണും. ചിലപ്പോൾ ജിമ്മിൽ പോയാലും രാത്രി ഒന്നും ഉറങ്ങാതായിരിക്കും ചിലപ്പം വർക്ക് ചെയ്യുന്നത്. ഇടയ്ക്ക് സ്ട്രെസ് ലെവൽ കൂടുതലായിരിക്കും ഇവർക്ക്. ചിലപ്പോൾ ഇവർക്ക് അഡിക്ഷൻസ് കാണും, പുകവലിക്കുന്നുണ്ടാവും. ചിലപ്പോൾ ഇവരുടെ ഫാമിലിയിൽ പല ആൾക്കാർക്കും ഹാർട്ട് അറ്റാക്ക് വന്നിട്ടുള്ളവരായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവരാണ് കൂടുതലും ശ്രദ്ധിക്കേണ്ടത് ഇപ്പം ജിമ്മിൽ പോവുകയാണെങ്കിൽ തന്നെ. പിന്നെ ഇവർ ഇങ്ങനെയുള്ള ഒരു ട്രെഡ്മിൽ പോലുള്ള എക്സസൈസ് ചെയ്യുമ്പോൾ, എയറോബിക് എക്സസൈസ് ചെയ്യുമ്പോൾ എന്തെങ്കിലും സിംറ്റംസ് നോട്ടീസ് ചെയ്യുവാണെങ്കിൽ പിന്നെ അതിൽ പിന്നെയും ആ സിംറ്റംസ് വെച്ചുകൊണ്ട് തന്നെ പിന്നെയും ചെയ്യാൻ ശ്രമിക്കരുത്. അപ്പോൾ ആ ഒരു സിംറ്റം വരുവാണെങ്കിൽ നമുക്ക് ഫർദർ മെഡിക്കൽ ചെക്കപ്പിനൊക്കെ അപ്പിയർ ചെയ്യണം. പിന്നെ എന്തെങ്കിലും കൊളസ്ട്രോൾ ലെവൽസ് എന്തെങ്കിലും ഹൈ ആണെങ്കിൽ അത് കൺട്രോൾ ചെയ്യുക. ബാക്കി റിസ്ക് ഫാക്ടേഴ്സൊക്കെ മോഡിഫൈ ചെയ്ത് നമ്മൾ അത് ട്രീറ്റ് ചെയ്യുക. ഹാർട്ട് അറ്റാക്കിൻ്റെ സാധ്യത കുറയ്ക്കാൻ നമ്മൾ ഭക്ഷണത്തിൽ മെയിനായിട്ടും വരുത്തേണ്ട നിയന്ത്രണങ്ങൾ എന്തൊക്കെയാണ്? ഭക്ഷണത്തിൽ മെയിനായിട്ടും വരുത്തേണ്ട രീതിയില്ല. നമ്മുടെ ബേസിക്കലി കാർബോഹൈഡ്രേറ്റ്സ് കുറയ്ക്കുക, പ്രോട്ടീൻസ് കൂട്ടുക, പിന്നെ ടൈമിങ്ങിന് ഫുഡ് കഴിക്കുക. എസ്പെഷ്യലി ഡിന്നേഴ്സ് ഒത്തിരി ലേറ്റ് ആക്കരുത്. അറ്റ്ലീസ്റ്റ് ഒരു 7 o'clock ആകുമ്പോഴത്തേക്ക് യു ഹാവ് ടു ഫിനിഷ് യുവർ ഡിന്നർ. ബ്രേക്ക്ഫാസ്റ്റ് യു ക്യാൻ ഹാവ്, ലഞ്ച് യു ക്യാൻ ഹാവ്, ബട്ട് ഡിന്നർ ട്രൈ ടു റെഡ്യൂസ് ഇറ്റ്. ഐ മീൻ ഏർലി ഡിന്നർ ആക്കാമെന്ന് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. ഇതാണ് മെയിനായിട്ടുള്ളത്. പിന്നെ സ്ലീപ്പിംഗ് അവേഴ്സ് ഒരു 6 hours to 8 hours മിനിമം ഉറങ്ങുക. ഇതൊക്കെ നമ്മുടെ ലൈഫ് സ്റ്റൈലിനെ മാറ്റുന്ന കാര്യങ്ങളാണ്, വിച്ച് ഇസ് ഇപ്പോഴത്തെ പുതിയ ഇതിൽ ഇറ്റ് ഇസ് വെരി ഡിഫിക്കൽട്ട്. ബട്ട് ഇതൊക്കെയാണ് നോർമലി ചെയ്യേണ്ടത്. നമ്മുടെ ഇപ്പം പഴയ കാലത്തെ നമ്മുടെ ഗ്രാൻഡ് പേരൻസിനൊക്കെ നോക്കി കഴിഞ്ഞാൽ അവരൊരു 7 മണിയാകുമ്പോഴത്തേക്ക് അവർ ആഹാരമൊക്കെ കഴിച്ച് അവർ കയറി കിടക്കും, ശരിയല്ലേ? പക്ഷെ ഇപ്പം നമ്മൾ ജോലി കഴിഞ്ഞ് വരുന്നത് 7 മണിക്ക് 8 മണിക്കുമാണ്. എന്നിട്ടാണ് ബാക്കി പിന്നെ TV കണ്ട് കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് രാത്രി മൊബൈൽ ഫോണ് 10-11 മണിയാകുമ്പോഴത്തേക്ക് നമ്മൾ കഴിച്ച് ഉടനെ കയറി കിടക്കും. ദിസ് ഇസ് നമ്മൾ ചെയ്യുന്ന നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഇപ്പം ഇതാ, ശരിയല്ലേ? അല്ലേ? പുതിയ ജനറേഷൻസ് ഇപ്പം നമ്മുടെ ജനറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈകിട്ട് പുറത്തിറങ്ങുക, ചായ കുടിക്കുക, മാക്ഡൊണാൾഡ്സ് അല്ലെങ്കിൽ KFC ഫാറ്റി ഫുഡ്സ് എല്ലാം കഴിക്കുക, ശരിയല്ലേ? ഇതാണ് പുതിയ ജനറേഷൻ്റെ ലൈഫ് സ്റ്റൈൽ. ഇത് 2 മണി വരെ പോവുക, എന്നിട്ട് കയറി കിടന്ന് തുടങ്ങുക. സോ ഇതെല്ലാം ഇറ്റ് ചേഞ്ചസ് എ ലോട്ട് ഓഫ് തിങ്സ്. അതാണ് ബേസിക്കലി നമുക്ക് പല ഡിസീസും വരാനുള്ള കാരണം. വയറിന് വരുന്ന ബുദ്ധിമുട്ടും ഹാർട്ട് അറ്റാക്കിൻ്റെ സിംറ്റംസിൽ പെടുന്നുണ്ട്. അപ്പോൾ ഡയേറിയ, വയറിളക്കമായിരുന്നു രാത്രി എന്നൊക്കെ നമ്മൾ പറഞ്ഞ് കേൾക്കാറുണ്ട് ഈ ഹാർട്ട് അറ്റാക്ക് പേഷ്യൻസിൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ. അപ്പോൾ ഇതും അസോസിയേറ്റഡ് ആയിട്ട് വരുന്ന സിംറ്റം ആണോ? ഓട്ടോണോമിക് സിംറ്റംസ്, അതായത് ഹാർട്ട് അറ്റാക്കിലൂടെ നെഞ്ചുവേദനയുടെ കൂടെ ചിലപ്പോൾ ഒരു വൊമിറ്റിംഗ് വരാൻ സാധ്യതയുണ്ട് ഹാർട്ട് അറ്റാക്ക് വരുമ്പോൾ. അപ്പോൾ എപ്പോഴും അത് വയറിൻ്റെ ഡിസ്കംഫർട്ടാണെന്നാണ് പൊതുവെ ഒരു സാധാരണയുള്ള ആൾക്കാർ ചിന്തിക്കുന്നത്. ഇപ്പോൾ ഒരു എരിച്ചിൽ പോലെ, നമ്മൾ ഇപ്പം എരിഞ്ഞ് കയറി തൊണ്ടയ്ക്ക് വന്ന് എന്തോ തങ്ങി നിൽക്കുന്നത് പോലെ ചിലപ്പോൾ ഹാർട്ട് അറ്റാക്ക് പ്രസൻറ്റ് ചെയ്യാം. അപ്പോൾ ഇതും ചിലപ്പം അങ്ങനെ ഒരു എറ്റിപ്പിക്കൽ സിംറ്റംസ് ആയിട്ട് നമുക്ക് പ്രസൻറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്, പക്ഷേ റെയറായിട്ടും അങ്ങനെ ഉണ്ടാവാം. റീസെൻ്റ്ലി ഞങ്ങൾക്കൊരു പേഷ്യൻ്റ് വന്നത്, പുള്ളി ഒറ്റയ്ക്കാണ് വീട്ടിൽ താമസിക്കുന്നത്. പുള്ളിക്ക് 2 ദിവസം എരിച്ചിലുണ്ടായിരുന്നു. പുള്ളി വെച്ച് ഗ്യാസ് ആണെന്ന്. ഒരു ദിവസം രാവിലെ തല ഇറങ്ങി പുള്ളി താഴെ വീണിട്ട് എഴുന്നേറ്റതിന് ശേഷമാണ് പുള്ളി പറയുന്നത് എനിക്ക് തല ഇറങ്ങി. അതുകൊണ്ട് അവർ ആശുപത്രി കൊണ്ടുവന്നു. അങ്ങനെയാണ് ഞങ്ങൾ അറിഞ്ഞത് അറ്റാക്ക് ആണെന്ന്. പക്ഷേ 2 ദിവസമായിട്ട് പുള്ളിക്ക് സിംറ്റം ഉണ്ട്. പക്ഷെ പുള്ളി കഴിച്ചു, ഓക്കെ, ഞാൻ ജലൂസിൽ കഴിച്ചു, ഗ്യാസിൻ്റെ മരുന്ന് കഴിച്ചു, അങ്ങനെ പുള്ളി 2 ദിവസം മുന്നോട്ട് പോയി. ഞാൻ സ്വയം വാഹനം ഓടിച്ച് വന്നു എന്നൊക്കെയുള്ള കഥകൾ നമ്മൾ അത് എത്രത്തോളം പോസിബിളാണ്? പേഷ്യൻസ് അങ്ങനെ വരാറുണ്ട്, സ്വയം വാഹനം ഓടിച്ചു വന്നു, അത് ശരിയാണ്. പക്ഷേ ദ തിങ് ഈസ് ദറ്റ്
ഒരു ഇവൻറ്റ് വരുന്നത് നമുക്ക് ആർക്കും ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല എപ്പോഴാണ് ഒരു ഇവൻറ്റ് വരുന്നതെന്ന്. ചിലപ്പം ഈ ഒരു ടൈമിലായിരിക്കും ആ ഒരു ഏർലി സ്റ്റേജസിലായിരിക്കും അറ്റാക്കിൻ്റെ വന്ന് കഴിയുമ്പോഴായിരിക്കും പെട്ടെന്ന് ഹാർട്ടിന് താളം തെറ്റുന്നത്. അപ്പം ആൾക്കാർ വിചാരിക്കുന്നത് വണ്ടി ഓടിച്ചു വന്നു എന്നിട്ടും ഇത് സംഭവിച്ചു എന്ന്. പക്ഷേ പലരും കേട്ടിട്ടില്ലേ, വീട്ടിൽ ഇരുന്ന് പത്രം വായിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് അറ്റാക്ക് വന്നു മരിച്ചു. ഇത് കൂടുതലും പ്രശ്നം എന്ന് പറഞ്ഞാൽ ഹാർട്ട് അറ്റാക്ക് വന്നു, പക്ഷെ അതിൻ്റെ കൂടെ ഹാർട്ടിനെ താളം തെറ്റിയാണ് എല്ലാവരും മരിക്കുന്നത്. സോ ഈ വണ്ടി ഓടിച്ച് വന്നു, അത് കഴിഞ്ഞ് കാഷ്വാലിറ്റിയിലോട്ട് വന്ന് കയറി, അപ്പോഴായിരിക്കും പെട്ടെന്ന് ഹാർട്ടിനെ താളം തെറ്റുന്നത്. നമുക്കൊരിക്കലും ഇത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, എപ്പോഴാണ് തെറ്റുന്നത് നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ ഞങ്ങളുടെ അടുത്ത് വന്നു കഴിഞ്ഞിട്ട് ഞങ്ങൾ ECG ഒക്കെ എടുത്ത് ഓക്കെ അറ്റാക്കാന്ന് പറഞ്ഞു ബൈസ്റ്റാൻഡേഴ്സോട് ഞങ്ങൾ സംസാരിക്കുമ്പോഴായിരിക്കും പെട്ടെന്ന് അതൊന്ന് വിളിച്ച് പറയുന്നത് അയ്യോ ഹാർട്ടിനെ താളം തെറ്റിയെന്ന്. നമുക്ക് ടൈം പോലും ചിലപ്പം ഹാർട്ട് തരത്തില്ല. ഞങ്ങൾക്ക് ഒരു ഇന്റർവെൻഷൻ ചെയ്ത് ഓക്കെ ആൻജിയോപ്ലാസ്റ്റി ചെയ്ത് പേഷ്യന്റിനെ പുറത്തിറക്കാനുള്ള ടൈം പോലും സംടൈംസ് തരത്തില്ല ഹാർട്ട്. അപ്പോൾ ഈ ടൈമിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഈ ഹാർട്ട് അറ്റാക്ക് വന്ന പേഷ്യൻറ്റുമായിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്നു. അപ്പോൾ ബൈസ്റ്റാൻഡേഴ്സുമായിട്ട് ഡോക്ടേഴ്സിൻ്റെ സംഭാഷണം, ചിലപ്പം ഒരു ഇമേജൊക്കെ കാണിച്ച് ഇത് കണ്ടില്ലേ 90% ബ്ലോക്ക് ഉണ്ട്, ഇങ്ങനെയൊക്കെ സംസാരിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഈ ബൈസ്റ്റാൻഡേഴ്സ് പോകുന്ന ഒരു കണ്ടീഷൻ ഉണ്ടല്ലോ, അപ്പോഴും നമ്മൾ ക്വിക്ക് ഡിസിഷൻ എടുക്കാൻ തയ്യാറായിരിക്കണം അല്ലേ? കാരണം ടൈം ഇമ്പോർട്ടൻ്റ് ആണ്. തീർച്ചയായിട്ടും ഒരു ഹാർട്ട് അറ്റാക്ക് നമ്മൾ പറയുമ്പം അതിനൊരു ക്വിക്ക് ടൈം എടുത്തില്ലെങ്കിൽ ആ വരുന്ന ഹാർട്ടിന് മസിൽസിന് വരുന്ന ഡാമേജ് നമുക്കൊരിക്കലും അതിനെ റിക്കവറി ചെയ്തെടുക്കാൻ പറ്റില്ല. നമുക്ക് ആൻജിയോപ്ലാസ്റ്റി ചെയ്യാം, നമ്മൾ ഫ്ലോ ആക്കി, ബട്ട് ആ മസിൽസിന് വന്ന ഡാമേജ് നമുക്കൊരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ഓക്കെ ഇത്ര ശതമാനം ഡാമേജ് വന്നു എന്ന്. ബട്ട് ഓവർ എ ടൈം പീരീഡേ പറയാൻ പറ്റത്തുള്ളൂ നമുക്കതിനെ റിക്കവർ ആകുമോ ഇല്ലയോ. നമുക്ക് മരുന്നുകൾ കൊടുത്ത് ഹാർട്ടിനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ അത് സ്ലോലി റിക്കവറായി വരും. പക്ഷേ ഈ ഡാമേജ് വരാതെ അല്ലെങ്കിൽ ഏർലി സ്റ്റേജസിൽ തന്നെ, അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് നിങ്ങൾ പെട്ടെന്ന് ഡിസിഷൻ എടുക്കുക. ചിലപ്പം പേഷ്യൻ്റ് ഭയങ്കര പെയിൻ ആയിരിക്കും, ഈ ചെസ്റ്റ് പെയിൻ ഭയങ്കര സിംറ്റംസ് ആയിരിക്കും. അപ്പോഴും നമ്മൾ പറയും പേഷ്യൻ്റ് പെയിനാണ്, അപ്പോൾ അവർ പറയും ഞങ്ങൾ ആലോചിക്കുന്നുള്ളൂ. ബട്ട് അവർക്ക് അതിൻ്റെ സീരിയസ്നെസ് ചിലപ്പോൾ മനസ്സിലാകത്തില്ല. ഇതാണ് ഇന്നത്തെ പ്രശ്നം. അപ്പോൾ ട്രീറ്റ്മെൻറ്റ് ലേറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഡാമേജും കൂടാനുള്ള സാധ്യതയുണ്ട്. അതെ 3 hours നമ്മൾ ബ്ലഡ് ഫ്ലോ റീസ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ ഹാർട്ടിൻ്റെ പമ്പിങ് ഫംഗ്ഷൻ ഓൾമോസ്റ്റ് നമുക്ക് പ്രിസർവ്ഡായി വെക്കാൻ പറ്റും, അധികം ഡാമേജ് കൂടാതെ. ഇപ്പം വേദന വന്ന് 3 മണിക്കൂർ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഹാർട്ടിൻ്റെ മസിൽസിനെ റിക്കവർ ചെയ്ത് എടുപ്പിക്കാൻ ഇച്ചിരി പ്രയാസമാണ്. നമ്മൾ ബ്ലോക്ക് മാറ്റിയാൽ പോലും മസിലിൻ്റെ പമ്പിങ് ഫംഗ്ഷൻ പഴയതുപോലെ നോർമൽ ആവണം എന്നില്ല, ഈ ഡിലേഡ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ.